ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. കേസിൽ 2 തവണയാണ് ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇഡി ഇപ്പോൾ എന്ത് നടപടിയാണ് ജയസൂര്യക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? അശ്വതി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയസൂര്യയ്ക്ക് കൂടി പങ്കാളിത്തം വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് തുടർ നടപടികളിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നതും ജയസൂര്യയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിരിക്കുന്നത്. ഈ സേവ് ബോക്സ് ആപ്പിന്റെ പരസ്യത്തിന് വേണ്ടി 1 കോടി രൂപയാണ് ജയസൂര്യ ഇതിന്റെ ഉടമകളിൽ നിന്ന് സ്വാദിഖ് റഹീമിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഈ കേസിലെ മുഖ്യപ്രതി എന്ന് പറയുന്ന ആളാണ് സ്വാദിഖ് റഹീം. നിരവധി ആളുകളെ സേവ് ബോക്സ് ആപ്പിന്റെ പേരിൽ പണം തട്ടിയിട്ടുണ്ട്, പലരെയും വഞ്ചിച്ചിട്ടുണ്ട്. പലതും വലിയ തോതിൽ തന്നെ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. നേരത്തെ ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസിൽ അന്വേഷണം നടത്തിയതാണ്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുത്തു. ഈ അന്വേഷണത്തിൽ 1 കോടി രൂപയാണ് ജയസൂര്യ വാങ്ങിയതായി കണ്ടെത്തിയത്. തട്ടിപ്പിൽ നേരിട്ട് പങ്കെടുത്തില്ല എങ്കിൽ കൂടി തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റി എന്നതിലാണ് ജയസൂര്യ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നതും. ഇതിനെ തുടർന്ന് 2 തവണ ജയസൂര്യയെ ചോദ്യം ചെയ്തു. പിന്നീട് ഒരിക്കൽ രേഖകളുമായി ബന്ധപ്പെട്ട്, അത് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിന്റെ രേഖകളാണ്, ഈ പരസ്യ കരാറിന്റെ രേഖകൾ അടക്കമാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുമായി ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ, വിവരശേഖരണം എന്നിവയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ജയസൂര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഡിസംബർ 24-നും 29-നുമാണ് ജയസൂര്യയെ കൊച്ചി ഇ.ഡി. ഓഫീസിൽ 2 തവണയായി ചോദ്യം ചെയ്തത്. 2ാമത്തെ തവണ ചോദ്യം ചെയ്യുമ്പോൾ ജയസൂര്യയ്ക്കൊപ്പം ഭാര്യ സരിത ജയസൂര്യയും ഉണ്ടായിരുന്നു. സരിതയെയും ആ ഒരു സമയത്ത് ചോദ്യം ചെയ്തിരുന്നു. കാരണം ജയസൂര്യയുടെ പല സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നത് സരിതയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അക്കൗണ്ടുകളും കൈകാര്യം ചെയ്തിരുന്നു. ചില പണമിടപാടുകളെല്ലാം തന്നെ നടത്തിയിരുന്നതും സരിത ജയസൂര്യയാണ് എന്ന് വ്യക്തമായി. അങ്ങനെയാണ് സരിതയെ കൂടി ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം അന്ന് വിളിപ്പിച്ചത്. ഇതിൻ്റെ എല്ലാം തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം നടക്കുന്നത്. ആദ്യം തന്നെ അത് സ്വത്തുക്കൾ മരവിപ്പിക്കാവുന്ന നടപടിയിലേക്കെല്ലാം തന്നെ കടന്നിരുന്നു. താൻ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ക്രമക്കേടിൻ്റെയോ തട്ടിപ്പിൻ്റെയോ ഭാഗമായിട്ടില്ല എന്നും, പരസ്യത്തിന് സാധാരണ സമീപിക്കുന്ന ആളുകൾ പലരും സമീപിക്കാറുണ്ട്. അങ്ങനെയാണ് താൻ ഈ സേവ് ബോക്സ് ആപ്പിന്റെയും ഭാഗമായത്. പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ പണം മാത്രമാണ്, പ്രതിഫലം മാത്രമാണ് വാങ്ങിയത്, തട്ടിപ്പിന്റെ പങ്കാളിത്തമല്ല എന്നെല്ലാമുള്ള വിശദീകരണം നൽകിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ജയസൂര്യ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വാഭാവികമായും തട്ടിപ്പ് പണത്തിന്റെ പങ്ക് കൈപ്പറ്റുന്നതോടുകൂടി തട്ടിപ്പിൽ ഉൾപ്പെട്ട ആൾക്ക് തുല്യമായ കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തപ്പെടുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളിൽ സാധാരണയായി. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ശരി ജിജീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് തിരിച്ചടി ഇഡി നടപടി സ്വീകരിക്കുകയാണ്. 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഇഡി മരവിപ്പിച്ചത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.